എങ്ങനെ മടിയന്മാരെ മിടുക്കന്മാരാക്കി മാറ്റാം. ഞാൻ ഈ ഒരു ടൈറ്റിൽ ഒരു വെബിനാർ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു. ഒരു അമേസിങ് റെസ്പോൺസ് ആണ് ആ വെബിനാറിന് കിട്ടിയത്. അപ്പോൾ ആ കണ്ടന്റ് യൂട്യൂബിലൂടെ കുറച്ചൊന്ന് ഷോർട്ട് ആക്കിയിട്ട് ഷെയർ ചെയ്യാം എന്ന് ഞാൻ കരുതി. അപ്പോൾ നമ്മൾ ഈ മടി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അത് അവൻ്റെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്, ഒരു ക്യാരക്ടർ ഫ്ലോ ആണ്, ഒരു സ്വഭാവമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മടി എന്നുള്ള ആ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ, അതിനെ നമ്മളൊന്ന് എടുക്കാനോ അനലൈസ് ചെയ്യാനോ അതിന്റെ പിന്നിലുള്ള റീസൺസ് അനലൈസ് ചെയ്യാനോ എന്നിട്ട് അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കാനോ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല ആസ് പാരന്റ്സ് ഓർ ആസ് സ്റ്റുഡൻസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ഇതിനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്. എന്താണ് ഈ മടി? ഈ മടിക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ കുട്ടിക്കൊരു ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു, കുട്ടിയോട് ഹോംവർക്ക് ചെയ്യാൻ പറയുന്നു, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് അവിടെ ചിലപ്പോൾ ഫോൺ നോക്കിയിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ടാവും, അല്ലെ? അപ്പൊ എന്താണ്? മടിയാണ് എന്നാണ് നമ്മൾ പറയുക. മടിയാണ് എന്ന് നമ്മൾ ആളുകളെ ബ്ലെയിം ചെയ്യും. പക്ഷെ അതിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത്. മടിയുടെ പിന്നിലുള്ള ഒരു കൾപ്രിറ്റ്സിനെ നമുക്ക് 5 ആക്കിയിട്ട് തിരിക്കാം. ഓക്കെ, ഒന്ന്, ടാസ്ക്, അവർക്ക് ലഭിക്കുന്ന ടാസ്ക് ഓവർവെൽമിംഗ് ആണ്. അതായത് അവർക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആൻഡ് ദേ ഡോണ്ട് ഹാവ്, എന്താ പറയാ, ഇത് എന്ത് ചെയ്യണമെന്നോ ഇത് എങ്ങനെ ചെയ്യണമെന്നോ അവർക്ക് അറിയില്ല. ഇത് കുറച്ച് വേഗാണ്. ഓക്കെ, എന്താണ് അതുകൊണ്ട് അച്ചീവ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് മടിക്കൊരു കാരണമാകാം. രണ്ടാമത്തെ റീസൺ എന്നുള്ളത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. പലപ്പോഴും നമ്മൾ ഇത് അത്രത്തോളം കുട്ടികൾ മനസ്സിലാക്കാറില്ല. ഇത് ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കും, എൻ്റെ നല്ല സ്റ്റുഡൻ്റ് ആണ് എന്നുള്ള ഒരു ഇമേജിന് ഒരു ഈഗോ, അല്ലെങ്കിൽ അത് ഹേർട്ട് ചെയ്യപ്പെടുമോ, എനിക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാകുമോ, ഒരു ബാഡ് ഇമേജ് ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് എന്താണ്, ഞാനിത് ചെയ്യാതിരിക്കുന്നതാണ് എന്നുള്ളൊരു ഭയം കുട്ടികൾക്ക് പല കാരണങ്ങളാൽ ഉണ്ടാകാനുള്ള റീസൺ ഉണ്ട്. അപ്പൊ അതിനുള്ള റീസൺ പലതാവാം. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും സമയത്ത് ഇത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ കുട്ടിയെ ബ്ലെയിം ചെയ്യുന്നു, ഇപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് അടി കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ, തെറ്റിപ്പോയി, ചെയ്തില്ല എന്നുള്ളതുകൊണ്ട്, അല്ലെ തെറ്റിപ്പോയി എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കുന്നു. അപ്പൊ അതിനേക്കാളും നല്ല എന്താണ്, ചെയ്യാത്തതാണ്, തെറ്റിപ്പോയി എന്നുള്ള ബ്ലെയിം കേൾക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന, ഇത് മനസ്സിൽ ഒരു എന്താ പറയാ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവമായി മാറിയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. 3, ലാക്ക് ഓഫ് കണക്ഷൻ ആണ്. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ട്രിഗണോമെട്രി എന്തിനാ പഠിക്കുന്നത്, കാൽക്കുലസ് എന്തിനാ പഠിക്കുന്നത്, ഫിസിക്സ് പഠിച്ചിട്ട് എന്താ കാര്യം, ഈ സോഷ്യൽ സയൻസ് ഒക്കെ വെറും വേസ്റ്റ് അല്ലേ, ഈ പണ്ട് നടന്ന ഹിസ്റ്ററി ഒക്കെ ഞാൻ എന്തിനാ ഈ ചെയ്യുന്നത്, ഈ ഹിന്ദിയൊക്കെ ഞാൻ പഠിച്ചിട്ട് എന്തിനാ എന്നുള്ള ലാക്ക് ഓഫ് കണക്ഷൻ കുട്ടികൾക്ക് ഫീൽ ചെയ്യും. നാലാമത്തത് എക്സോഷൻ. ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. പല കാരണങ്ങളാൽ കുട്ടികൾ ടയേർഡ് ആണ്, അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അഞ്ചാമത്തേത് ഡിസ്ട്രാക്ഷൻ. തീർച്ചയായിട്ടും നമ്മളൊരു ടാസ്ക് ചെയ്യാനിരിക്കുമ്പോൾ ഇന്ന് വളരെ കോമൺ ആയിട്ട് നമുക്ക് ഫോണിൽ നിന്ന്, ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ വാട്സാപ്പിൽ നിന്നൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഗോൾ എന്നുള്ളത് സ്റ്റോപ്പ് ആസ്കിങ് വൈ ആർ യു ലേസി, നിങ്ങൾ എന്തുകൊണ്ട് ലേസിയാണ്, നിങ്ങൾ എന്തുകൊണ്ട് മടിയനാണെന്ന് ചോദിക്കുന്നത് നിർത്തിയിട്ട് വാട്ട്സ് ഗെറ്റിംഗ് ഇൻ അവർ വേ, എന്താണ് ഇതിന് കാരണം എന്ന് കണ്ടെത്തുകയും അതിനെ നമുക്ക് ചികിത്സിക്കാനുള്ള ഒരു 3 ടൂൾ കിറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ മോട്ടിവേഷൻ, ഇതിനൊക്കെ നമ്മൾ മടിയെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ വേണം, അല്ലെ? ഈ മോട്ടിവേഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്, 2 ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഇപ്പൊ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മളോട് കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണെന്ത്, നീ ഇത് ചെയ്താൽ നിനക്ക് ഈ മിഠായി വാങ്ങിത്തരാം, നീ ഇത് ചെയ്താൽ ഈ കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഈ പണിഷ്മെന്റ് കിട്ടും. ഇതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നുള്ളത്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഒരു പരിധി വരെ നല്ലതാണ്, പക്ഷെ ഒരു ദീർഘകാലം എക്സ്ട്രിൻസിക് മോട്ടിവേഷനിലൂടെ ഒരാളെ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ഒരു നല്ലൊരു റിവാർഡ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷെ ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരാളെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഒരു പരിധി കടന്നാലും അത് ഇനി ത്രെറ്റിന്റെ രൂപത്തിൽ ഒരു പണിഷ്മെന്റ് അവർക്ക് പറഞ്ഞിട്ടായാലും അല്ലെങ്കിൽ റിവാർഡ് പറഞ്ഞിട്ടായാലും എന്നാലും പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അവിടെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ? ഉള്ളിൽ തന്നെ വരണം എന്ന് നമ്മൾ പറയും, അല്ലെ? ഈ ഉള്ളിൽ തന്നെ വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കംപ്ലൈന്റ് ചെയ്യും, ഇതൊന്നും എനിക്ക് ഉള്ളിൽ നിന്ന് വരണ്ടേ, ഇത് ഉള്ളിൽ നിന്ന് വരാൻ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളൊരു ചോദ്യമുണ്ട്, അല്ലെ? കുട്ടിക്ക് ഇത് ഉള്ളിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചിലത് ചെയ്യാനുണ്ട്. അപ്പൊ ഇൻട്രിൻസിക് മോട്ടിവേഷന്റെ പിന്നിലുള്ള ചില കാര്യങ്ങൾ, സയന്റിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരാൾക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവണമെങ്കിൽ അതിന് 3 ന്യൂട്രിയൻസ് വേണം. ദ ഫസ്റ്റ് വൺ ഈസ് ഓട്ടോണമി, ദ സെക്കൻഡ് വൺ ഈസ് കോമ്പീറ്റൻസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് റിലേറ്റഡ്നെസ്. എന്താണ് ഓട്ടോണമി? നമുക്ക് നോക്കാം. പല ആളുകൾക്കും ഇത് ചോയ്സ് ഇല്ല എന്നുള്ളതാണ് പല ആളുകളുടെയും പ്രശ്നം. സ്വാതന്ത്ര്യം എന്നുള്ളത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്, എസ്പെഷ്യലി ജനറേഷന്. ഇപ്പൊ പണ്ട് നമ്മൾ ഒരു സിനിമ കാണണം എന്നുണ്ടെങ്കിൽ
ഇപ്പൊ നമ്മുടെ ഒരു 90s കിഡ്സിന് ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൂരദർശനിൽ കാത്തിരിക്കണം. ദൂരദർശനിൽ ഞായറാഴ്ച വൈകിട്ട് കാത്തിരുന്നാൽ 4 മണിക്കൂർ സിനിമ അവർ കാണിക്കും. അത് ഏത് സിനിമയാണെങ്കിലും നമ്മൾ കാണുക എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇന്നൊരു കുട്ടിക്ക് ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് അവന് കാണാൻ സാധിക്കും. അവർക്ക് ഓട്ടോണമി ഉണ്ട്. ഈ ഓട്ടോണമി പലപ്പോഴും പല ടാസ്കുകളിൽ ഇപ്പൊ ഹോംവർക്ക് ചെയ്യുന്നിടത്ത് അവർക്ക് ഓട്ടോണമി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഓഫർ ചെയ്യുന്നില്ല. എന്തായാലും ചെയ്യണം എന്നാണ് പറയാറുള്ളത്. പഠിക്കുന്ന സ്ഥലത്ത് അവർക്ക് ഓട്ടോണമി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, എന്തായാലും ചെയ്യണം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇതിലെങ്ങനെ നമുക്ക് ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അവർക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ചോയ്സുകൾ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്ന് നീ പഠിക്കണം എന്ന് പറയുമ്പോൾ അതൊരു വേഗ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓവർവെൽമിംഗ്, നേരത്തെ പറഞ്ഞ പോലെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള കാര്യമാണ്, മടി ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് ചോദിക്കുക, ഇന്ന് നിനക്ക് മാത്സ് പഠിക്കണോ സയൻസ് പഠിക്കണോ? നമ്മളൊരു ചോയ്സ് ഓഫർ ചെയ്യാണ്. ഒന്നുകിൽ മാത്സ് പഠിക്കാം അല്ലെങ്കിൽ സയൻസ് പഠിക്കാം. നീ ഈ ഹോംവർക്ക് ചെയ്യുന്നത് ഡിന്നറിന് മുമ്പ് ചെയ്യണോ ശേഷം ചെയ്യണോ? അപ്പൊ അവനാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ അവന്റെ മനസ്സിൽ എന്ത് ചെയ്യാണ്, ഞാൻ ഓട്ടോണമസ് ആണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇത് എന്റെ തീരുമാനമാണ്, അല്ലെ? ഇത് എന്റെ അച്ഛന്റെയോ അമ്മയുടെയോ എന്റെ ഉമ്മയുടെയോ എന്റെ ഉപ്പയുടെയോ തീരുമാനമല്ല, ഇത് എന്റെ തീരുമാനമാണ്. ഈ എന്റെ തീരുമാനമാണ് എന്നുള്ളൊരു ഓട്ടോണമി അവന്റെ മനസ്സിൽ ഫീൽ ചെയ്താൽ തന്നെ കുറെ മടിയൊക്കെ മാറും. ഇതും ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ടതല്ല. ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ടാസ്കുകളിലൊക്കെ ഒരു ഓട്ടോണമി അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ചോയ്സുകൾ കൊടുക്കുക. അവർ പോലും അറിയാതെ, റൈറ്റ്, നമ്മൾ ഇന്ന വേ എന്ത് ചെയ്യാണ്, അവർക്കൊരു അവരെ ഒരു എന്താ പറയാ, ഒരു കാര്യം ചെയ്യുന്നതിലോട്ട് നമ്മൾ തള്ളിയിടുകയാണ്. പക്ഷെ ആ തള്ളിയിടുന്നതിന് നമ്മൾ അവർക്ക് 2, 3, 4 ചോയ്സുകൾ കൊടുക്കാം. ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്നുള്ളത്. നിനക്ക് പഠിക്കണോ, നീ ഇവിടുന്ന് പഠിക്കണോ അതോ ഈ റൂമിൽ നിന്ന് പഠിക്കണോ എന്ന് നമുക്ക് ചോദിക്കാം. നീ കളിച്ച് വന്നിട്ട് പഠിക്കണോ അതോ കളിക്കുന്നതിന് മുമ്പ് പഠിക്കണോ? ഡിന്നറിന് മുമ്പ് പഠിക്കണോ ഡിന്നറിന് ശേഷം പഠിക്കണോ? ഇത് മാത്സ് പഠിക്കണോ സയൻസ് പഠിക്കണോ? മാത്സിൽ നീ ആൾജിബ്ര പഠിക്കണോ അതല്ല ട്രിഗണോമെട്രി പഠിക്കണോ? ഇത്തരത്തിലുള്ള ചോയ്സുകൾ നമ്മൾ കുട്ടികൾക്ക് ഓഫർ ചെയ്യുക. രണ്ടാമത്തേത് കോമ്പീറ്റൻസ് ആണ്. എന്താണ് നമുക്ക് വേണ്ടത്? ദ ഫീലിംഗ് ദാറ്റ് ഐ എം ഗെറ്റിംഗ് ബെറ്റർ ദിസ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇത് ഞാൻ ബെറ്റർ ആവുന്നുണ്ടോ എന്നുള്ള തോന്നൽ ഇല്ലാത്തടത്തോളം കാലം എന്ത് ചെയ്യില്ല, അവരതിൽ പലപ്പോഴും എന്ത് ചെയ്യില്ല, അവരത് ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പൊ ബെറ്റർ ആവുന്നുണ്ട് എന്നുള്ള തോന്നൽ. ഇപ്പൊ നിങ്ങളൊരു ഗെയിം നോക്കുക, ഒരു ഗെയിം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഗെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ ഗെയിം കളിക്കാൻ നമ്മൾ വിടും, അല്ലെ? എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഗെയിം ആണെങ്കിലോ നമുക്ക് പെട്ടെന്ന് മടുക്കും. എപ്പോഴും ഒരു ലെവൽ ഓഫ് കോമ്പീറ്റൻസ് നമുക്ക് വേണം. അതുകൊണ്ടാണ് ഗെയിംസ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മളും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യത്തെ മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടാസ്ക് അവർക്ക് കോമ്പീറ്റന്റ് ആവണം. അപ്പൊ വളരെ ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. ഇതിന്റെ ലെവലിൽ ഒരു അപ്രോപ്രിയേറ്റ് ലെവൽ കണ്ടെത്താൻ സാധിക്കണം. അതോടൊപ്പം നമ്മൾ ഈ ഒരു ഏത് ടാസ്ക് നമ്മൾ കൊടുക്കുമ്പോഴും അത് അവരുടെ ലെവലിലാണ് ഈ പറഞ്ഞതുപോലെ ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തത് റിലേറ്റഡ്നെസ് ആണ്. അതായത് കണക്ഷൻ. എത്രത്തോളം ഈ ചെയ്യുന്ന കാര്യത്തേറ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഡസ് ദിസ് മാറ്റർ ടു മീ ഓർ പീപ്പിൾ അറൗണ്ട് മീ? എനിക്കും എനിക്ക് ചുറ്റുള്ള ആളുകളിലും ഇത് മാറ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവരെ ഡോട്ട്സ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളും കുറച്ച് ഇതിലോട്ട് ഇറങ്ങണം. എന്തുകൊണ്ട് ഹിസ്റ്ററി പഠിക്കണം, എന്തുകൊണ്ട് മാത്തമാറ്റിക്സ് പഠിക്കണം, എന്തുകൊണ്ട് സയൻസ് പഠിക്കണം? ഇത് നമ്മൾ കുട്ടികളുടെ അധ്യാപകർക്കും നമ്മൾ കൺവേ ചെയ്യേണ്ട ഒരു മെസ്സേജാണ്. നമ്മൾ AI പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് +2 മാത്തമാറ്റിക്സ് വരെയുള്ളതിൽ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററാണ്. ഈ ChatGPT പിന്നിലൊക്കെ tens of thousands of മെട്രിസസ് ആണുള്ളത്. പക്ഷെ മെട്രിസസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പോലും ഇത് എന്തിനാണ് പഠിക്കുന്നതെന്ന് അറിയില്ല, പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അറിയില്ല. ഇതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിലേറ്റഡ്നെസ്, അതേപോലെ കോമ്പീറ്റൻസിന്റെ ഓട്ടോണമി നമുക്ക് കൊടുക്കണം. ഇനി പാരൻസിന് എന്താണ് ഒരു പ്രാക്ടിക്കൽ ബ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുക? ഒന്ന്, കുട്ടികൾക്ക് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികളെ ഇൻസ്റ്റിൽ ചെയ്യുന്നത് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ്. എന്താ ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, നിനക്ക് ഇമ്പ്രൂവ് ചെയ്യാനില്ല, നീ മണ്ടനാണ്, നീ മാത്സിൽ മോശമാണ്, നിന്റെ ലാംഗ്വേജ് വളരെ മോശമാണ്, അത് പോയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ലേബൽ ചെയ്യും. ഇത് കുട്ടികളുടെ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കും. അപ്പൊ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചാലഞ്ചസ് അവോയ്ഡ് ചെയ്യും. സോ ദാറ്റ് ദേ ഡോണ്ട് ഹാവ് ടു ലുക്ക് ഡംപ്. ചാലഞ്ചസ് എടുത്താലല്ലേ ഡംപ് ആവുള്ളൂ. ചാലഞ്ചസ് എടുത്തില്ല അങ്ങനെ പോകണമെന്ന്. അതുകൊണ്ടാണ് കുട്ടികൾ ചാലഞ്ചസ് എടുക്കാത്തത്. ഇത് ചാലഞ്ച് എടുത്താൽ, നേരത്തെ പറഞ്ഞ ഫിയർ ഓഫ് ഫെയിലിയർ, അല്ലെ? ഫിയർ ഓഫ് ഫെയിലിയർ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ പലപ്പോഴും കുട്ടികളെ ഭീകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആക്ച്വലി സയൻസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഇന്റലിജൻസ് നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വിഷയത്തിലുള്ള മാസ്റ്റർ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ജസ്റ്റ് ദാറ്റ് നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. റൈറ്റ്? അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ പ്രൈസ് ചെയ്യുമ്പോഴും അതേപോലെ കുട്ടികളെ ലേബൽ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. കരോൾ ഡക്ക് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ട്. പുള്ളി ചെയ്തൊരു എക്സ്പെരിമെന്റ് 2 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് എടുത്തു. 2 ഗ്രൂപ്പിനും ഓരോ പസിൽസ് കൊടുത്തു. ഈ പസിൽസ് 2 ഗ്രൂപ്പും സോൾവ് ചെയ്തു. ഇപ്പൊ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബി ഉണ്ടെന്ന് വിചാരിക്കുക. ഗ്രൂപ്പ് എനോട് പറഞ്ഞു, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ നല്ല ബുദ്ധിമാന്മാരാണ്. ഗ്രൂപ്പ് ബിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത എഫേർട്ട് അടിപൊളിയാണ്. രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണേ. ഒന്ന് പറഞ്ഞു നിങ്ങളുടെ അടിപൊളിയാണെന്ന് പറഞ്ഞു, 2 നിങ്ങളുടെ എഫേർട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു. എന്നിട്ട്
ഈ 2 ഗ്രൂപ്പിനും നെക്സ്റ്റ് ലെവൽ ഓഫ് ചാലഞ്ചസ്, ഒരു പൂൾ ഓഫ് ചാലഞ്ചസ് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾ അടിപൊളിയാണെന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവർ ഫസ്റ്റ് ചാലഞ്ചിന് സിമിലർ ആയിട്ടുള്ള ചാലഞ്ചസ് എടുത്തു. കാരണം അവർ അത് തന്നെ സോൾവ് ചെയ്താൽ വീണ്ടും നമ്മൾ അടിപൊളിയാണെന്ന് പറയല്ലോ എന്നുള്ളതാണ്. സെക്കൻഡ് ഗ്രൂപ്പിനെ ഹാർഡ് വർക്കിനാണ് പ്രൈസ് ചെയ്തത് അല്ലേ. അപ്പോൾ അവർ നെക്സ്റ്റ് ലെവൽ ഓഫ് ചാലഞ്ച് എടുത്തു. കാരണം അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളെ പ്രൈസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികളെ ലേബൽ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നീ ഡമ്പാണ്, നീ മോശക്കാരനാണ്, നീ മണ്ടനാണെന്ന് ഒരിക്കലും അറിയാതെ പോലും, നമുക്ക് എന്തെങ്കിലും ഒരു ദേഷ്യത്തിന്റെ അവസരത്തിൽ പോലും നമ്മളതൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളോട് സയൻസ് പറയുന്നത്. പകരം അവരുടെ എഫേർട്ടിനെ നമ്മൾ പ്രൈസ് ചെയ്യുക. അവരെടുത്തിട്ടുള്ള, ഇനിയിപ്പോൾ ഒരു ടാസ്കിൽ പരാജയപ്പെട്ടാൽ, ഇനി ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാലും അവരുടെ ഇംപ്രൂവ്മെന്റിനെ, അവരെടുത്ത എഫേർട്ടിനെ നമ്മൾ പ്രൈസ് ചെയ്യുക. സോ ദാറ്റ് ആ എഫേർട്ട് എടുക്കാനുള്ള ഒരു ധൈര്യവും ആ എഫേർട്ട് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റിയും അവർക്ക് വരാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേത്, ബിഗ്ഗർ ടാസ്കുകളെ നമ്മൾ ചങ്ക് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് പ്രോകാസ്റ്റിനേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുക. നേരത്തെ പറഞ്ഞതുപോലെ പല ടാസ്കുകളും കുട്ടികൾക്ക് ഓവർവെൽമിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് റൂം ഫുള്ള് ക്ലീൻ ആക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ റൂം ക്ലീൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാവും അല്ലേ. കുട്ടിയുടെ മനസ്സിലുള്ള റൂം ക്ലീൻ എന്നുള്ള ഇമേജ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കുട്ടി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, അവർ റൂം ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യം പിടിക്കും. എന്നാൽ ഈ ഒരു സംഭവത്തെ നമ്മൾ ടാസ്കുകളായിട്ട് കുട്ടികൾക്ക് കൊടുത്താലോ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ റൂം ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പറയുക റൂം ക്ലീൻ ചെയ്യണം, അതിൽ നീ ചെയ്യേണ്ടത് ഒന്ന്, ഈ ക്ലോത്ത്സ് ഒക്കെ നീ മടക്കി എടുത്ത് വെക്കണം. രണ്ടാമത്തത്, ബുക്കൊക്കെ നീ ഷെൽഫിൽ വെക്കണം. മൂന്നാമത്തത്, നിലത്തുള്ള ട്രാഷ് ഒക്കെ നീ വേസ്റ്റ് ബിന്നിൽ നീ നിക്ഷേപിക്കണം. ഈ 3 കാര്യങ്ങളാണ് റൂം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വേഗ്നെസ്സിൽ നിന്ന് ഒരു ക്ലാരിറ്റിയിലോട്ട് വന്നു. ഈ 3 കാര്യമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാനും അവർക്ക് സാധിക്കും. അപ്പോൾ നമ്മളൊരു പ്രൊജക്ട് മാനേജറായിട്ട് മാറുക, നമ്മൾ ഒരു ഡയറക്ഷൻ കൊടുക്കുന്ന ആളെന്നുള്ളതിന് പകരം ഒരു പ്രൊജക്ട് മാനേജറായിട്ട് മാറുക, അതിനവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട ടാസ്കുകളിൽ ക്ലാരിറ്റി ഉണ്ടാക്കും, അവർക്ക് ഈസിലി ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തേത്, നമ്മുടെ ബ്രെയിന് എന്താണ്, ഒരു ബ്രെയിൻസ് ഒരു ഈസി ബട്ടൺ ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചെയ്യാനാണ് നമ്മുടെ ബ്രെയിനിന് ഇഷ്ടം. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു മാത്സ് പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ 10 റീല് കാണാൻ ഓപ്ഷൻ ഉണ്ട്, ഏതാ നമ്മൾ ചൂസ് ചെയ്യുക? 10 റീല് കാണാനുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യുക. കാരണം എന്താ, ഇത് വളരെ ഈസിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഈസി ഫാസ്റ്റ് റിവാർഡ്സ്, ആ ഡോപ്പമിൻ ഹിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹോംവർക്ക് എന്നുള്ളത് ഹൈ എനർജി ആയിട്ട് ചെയ്യേണ്ട ഒരു ബ്രെയിനിന് ഒരു ഹൈ എനർജി കൊടുക്കേണ്ട ഒരു ടാസ്ക് ആണ്. അതേപോലെ തന്നെ റിവാർഡ് ഡിലേഡ് ആയിട്ടാണ് കിട്ടുന്നത്. എന്നാൽ റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് കാണാന്നുള്ളതോ അത് ലോ എനർജി പ്രോസസ് ആണ്, ഇമ്മീഡിയറ്റ് റിവാർഡ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വിൽ പവർ എന്നുള്ളത് ഒരുപാട് കാലം നമുക്ക് കുട്ടികളുടെ മേലെ കൊണ്ടുനടക്കാൻ സാധിക്കില്ല. പകരം നമ്മൾ നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. വിൽ പവറിന് എപ്പോഴും ഒരു ലിമിറ്റഡ് ബാറ്ററി ആണുള്ളത്, അത് പെട്ടെന്ന് റൺ ഔട്ട് ആകും. പകരം നമ്മൾ പഠിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പഠന ടേബിളിന്റെ അടുത്ത് തന്നെ ബെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങാനുള്ള ടെൻഡൻസി കുട്ടികൾക്ക് കൂടൂലേ? സ്വാഭാവികമാണ് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ അവന്റെ കയ്യെത്തുന്ന അകലത്തുണ്ടെങ്കിൽ അവന് പഠിക്കാനുള്ള ടെൻഡൻസി കൂടില്ലേ? കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക, പഠിക്കാനുള്ള ഹാബിറ്റ്സ് എളുപ്പമാക്കി കൊടുക്കുക. ഫോണ് അവിടെ നിന്ന് മാറ്റി വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ തന്നെ ഫോണിന്റെ ഡിസ്ട്രാക്ഷൻസ് കുറയും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി ഇട്ടാൽ മതി. ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ അഡിക്റ്റ് ആണെന്ന് തോന്നുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ആപ്പ് ഡിലീറ്റ് ചെയ്യും. എന്തിനാ? ആപ്പ് ഡിലീറ്റ് ചെയ്താൽ പിന്നെ ബ്രൗസറിൽ കയറണമല്ലോ. ബ്രൗസറിൽ കയറുമ്പോൾ യൂസർ നെയിം പാസ്വേഡ് അടിക്കണം. ഈ യൂസർ നെയിം പാസ്വേഡ് അടിക്കണം എന്നുള്ളത് നമ്മുടെ ഈ ടാസ്കിനെ ഹാർഡാക്കുകയാണ്. ഹാർഡായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫോൺ മറ്റൊരു റൂമിലാവണം, ഫോർ എക്സാമ്പിൾ. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ പഠിക്കുമ്പോൾ നമ്മുടെ പുസ്തകങ്ങളൊക്കെ അടുത്ത ഒരു ഷെൽഫിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ബെറ്റർ ഫോർ ദം. അവർക്ക് അതിനുള്ള പഠനത്തിന് ആവശ്യമായിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ റോൾ എന്നുള്ളത് ഒരു കോച്ചിന്റെ സൈഡ് ലൈനിൽ നിന്ന് ഒച്ചയും വിളി ഉണ്ടാക്കുന്ന ബഹളം ഉണ്ടാക്കുന്ന ഒരു കോച്ചിന്റെ റോളല്ല, നേരെ മറിച്ച് ഒരു മാനേജറുടെ റോളാണ്. എന്താണ് ടഫ് ആവുന്നത്, അതിന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, എന്താണ് അതിന്റെ പ്രശ്നം, ഈ പ്രശ്നം ഡയഗ്നോസ് ചെയ്ത് ആ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തുക, അതിന് നമ്മൾ സയന്റിഫിക് ആയി നേരിടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. സോ കീ ടേക്ക് അവേസ്: ഫസ്റ്റ് തിങ്, ബി എ ഡിറ്റക്റ്റീവ്. ലേസിനെസ് എന്നുള്ളത് ഒരു സിംറ്റമാണ്. എന്താണ് റിയൽ റോഡ് ബ്ലോക്ക് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. 2, ഫീഡ് മോട്ടിവേഷൻ. എങ്ങനെയാണ് നമ്മൾ ഓട്ടോണമി കൊടുത്തുകൊണ്ട്, കോമ്പീറ്റൻസ് കൊടുത്തുകൊണ്ട്, റിലേറ്റഡ്നെസ് കൊടുത്തുകൊണ്ട് നമ്മൾ മോട്ടിവേഷൻ ഫീഡ് ചെയ്യണം. ആൻഡ് 3, ബി എൻ എഞ്ചിനീയർ ഓഫ് ദെയർ എൻവയോൺമെന്റ്സ്. വിൽ പവർ കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിനു ചുറ്റും നമ്മൾ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതിൻ്റെ ഈ വീഡിയോയുടെ എൻഡിൽ പറയാനുള്ളത്, ക്ലാസ് 6 to 10 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് XNYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്നുള്ളത്. സയൻസിനും മാത്സിനും മെഡിക്കലായ സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും XNYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്കിൽ കയറി
നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിയാൽ അവർ ടീം വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ട്, നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഈവൻ ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഐ ട്രൈ ടു റെസ്പോണ്ട്. ഓക്കെ, താങ്ക്സ് അലോട്ട്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.